ആദ്യത്തെ ഒരാഴ്ച അൻസിബ ഹൗസിലുണ്ടോ എന്ന് പോലും വീട്ടുകാർക്കും പ്രേക്ഷകർക്കും സംശയമായിരുന്നു. കാരണം ഹൗസിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും ദൂരെ നിന്ന് വീക്ഷിക്കുകയല്ലാതെ ഒരിക്കൽ പോലും കളത്തിലേക്ക് ഇറങ്ങുകയോ അതിൽ ഇടപെടുകയോ അൻസിബ ചെയ്തിരുന്നില്ല. പക്ഷേ അടുത്ത രണ്ടാഴ്ച ഹൗസിൽ തനിക്ക് നിലനിൽക്കാനുള്ള കാര്യങ്ങൾ അൻസിബ ഒരുക്കിയിരുന്നു. അതിൻ്റെ ഫലമായി ഇപ്പോൾ ഹൗസിൽ ഏറ്റവും ശക്തമായ മത്സരം കാഴ്ചവെക്കുന്ന മത്സരാർത്ഥി അൻസിബയാണ്. രണ്ടാം ആഴ്ചയിലെ പ്രകടനത്തിന് അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഹൗസിലെ ക്യാപ്റ്റൻസി സ്ഥാനം വഹിക്കുന്നതും അൻസിബയാണ്. ജാസ്മിൻ്റെ വീഴ്ച അൻസിബയുടെ ഉയർച്ചയ്ക്ക് വഴിവെച്ചു. ഇപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും അൻസിബ സ്കോർ ചെയ്യുന്നുണ്ട്. ഇറങ്ങി കളിക്കേണ്ട സ്ഥലത്ത് ഇറങ്ങി കളിക്കുന്നുണ്ട്. കുത്തിത്തിരിപ്പ് ഉണ്ടാക്കേണ്ട സ്ഥലത്ത് അത് നന്നായി ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. സൈലൻ്റായി ഇരിക്കേണ്ട സമയത്ത് സൈലൻ്റായി ഇരിക്കുകയും ചെയ്യുന്നു. എവിടെ ഇറങ്ങി കളിക്കണം, എവിടെ ബോൾ കുത്തി തിരിപ്പിക്കണം, ആര് ടാർഗറ്റ് ചെയ്യണം, എവിടെ എങ്ങനെ സംസാരിക്കണം, എവിടെ സൈലൻ്റായിരിക്കണം എല്ലാം വ്യക്തമായി അറിഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന സീസൺ 6 ഒരേ ഒരു മത്സരാർത്ഥിയാണ് അൻസിബ എന്നാണ് ഇപ്പോഴുള്ള അൻസിബയുടെ ഗെയിം കണ്ട് തോന്നുന്നത്. ആദ്യത്തെ ഒരാഴ്ച ബിഗ് ബോസ് പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുണ്ടായിരുന്ന മത്സരാർത്ഥിയായിരുന്നു ജാസ്മിൻ ജാഫർ. എന്നാൽ ഹൗസിൽ കയറി 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ജാസ്മിൻ ഗബ്രിയുമായി ചേർന്ന് ലവ് ട്രാക്ക് കളിച്ച് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ചു തുടങ്ങി. അതോടെയാണ് ജാസ്മിൻ്റെ ഫാൻസ് എല്ലാം 2 ആഴ്ച കൊണ്ട് ജാസ്മിൻ്റെ ഹേറ്റേഴ്സായി മാറിയത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എത്ര നന്നായി ഗെയിം കളിച്ചു എന്ന് പറഞ്ഞാലും ജാസ്മിനെ പ്രേക്ഷകർക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക. സീസൺ 6 നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്ന് പറയുക. വീഡിയോ ലൈക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ്.